നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല്, വീഡിയോക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ തമ്പനയിൽ കൊടുത്തത് കണ്ടുല്ലോ. ഇന്നത്തെ വീഡിയോ കാണുന്നവര് ഭയങ്കര ലക്കി ആയിരിക്കും എന്ന്. അതെ, ശരിയാണ്. കാരണം വെച്ചാല് ഇന്നത്തെ ദിവസം അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ അറിയാതെയെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടാല് നിങ്ങൾക്ക് ഇന്നേലിരുന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്ന് 10/1/2026 ഭയങ്കര പവർഫുൾ ആണ്. 10 മീൻസ് 1, 1/1/2026 കൂട്ടുമ്പോൾ 10 കിട്ടും. 1, അതായത് 111 മാജിക്കൽ ഡേ, മാജിക് നമ്പർ. ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ് 111. നിങ്ങൾ ഇന്ന് ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ അതിന്റെ കാരണം എന്താ വെച്ചാല്, ഒരു ചില പേരുടെ കണ്ണിൽ തന്നെ 111 എന്ന ഒരു നമ്പർ തെളിഞ്ഞു വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാനിടയാകും. എന്നാൽ ഇതൊന്നുമില്ല, ഒന്നും അറിയാതിരിക്കുന്നവരാണ് ഈ വീഡിയോ കണ്ണിൽ പെടുന്നു. അവരിത് കാണുന്നുവെങ്കിൽ അവർക്കത് അറിയാൻ സാധിക്കും. സോ അതിനാലെയാണ് നിങ്ങൾ ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഞാൻ 111 എന്ന ഏഞ്ചൽ നമ്പർ വെച്ചിട്ട് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളുക. ഇന്നത്തെ ദിവസം ഇത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചാല് നിങ്ങൾ വന്നിട്ട് ഒരു ബ്ലെസ്ഡ് സോൾ എന്നാണ് അതിനർത്ഥം. പ്രപഞ്ചം, അതായത് യൂണിവേഴ്സ് വന്നിട്ട് നമ്മുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് തരാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരും. ഈ പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നാൽ എന്താണെന്ന്, പ്രപഞ്ചം എന്നാല് നമ്മളെ ചുറ്റിയിരിക്കുന്ന എല്ലാ പൊരുൾകളും, അത് വന്നിട്ട് ഒരു പെന്നാവാം, പേപ്പർ ആവാം, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ളതെല്ലാം, ജീവനുള്ളത്, ജീവനില്ലാത്തത്, മനുഷ്യൻ, മൃഗങ്ങള് എല്ലാം, അത് സയന്റിഫിക് ആയിട്ടായാലും ശരി, സ്പിരിച്വൽ ആയാലും ശരി, അതെല്ലാം ചേർന്ന് വരുന്ന അതാണ് പ്രപഞ്ചം. അതായത് ഇത് എല്ലാം കണക്ട് ചെയ്യുന്ന ഒന്നാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്നത്. ഈ നമ്മുടെ ചുറ്റിനുള്ളതൊക്കെ ചേർന്നാൽ മാത്രമേ നമുക്ക് ഒരു മനുഷ്യന്റെ ലൈഫില് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ഇല്ല, ഞാൻ മാത്രം ഇരിക്കുന്നു, നിങ്ങളിൽ ഒരാൾ മാത്രം ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാതൊരു റിലേഷനും ഇല്ലാതെ, ഒരു ഇതും ഇല്ലാതെ ഇരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊന്നുമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. സോ യൂണിവേഴ്സ് എന്നത് നമ്മൾ ആ ഓരോ ഏഞ്ചൽ ഡേ വരുമ്പോഴും നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രപഞ്ചം നമുക്ക് വേണ്ടിയത് പ്രപഞ്ചം തന്നോളും. ഇന്ന് ഈ 111, ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് വരുന്നവർക്ക് മാനിഫെസ്റ്റേഷൻ നോട്ട് ഇരിപ്പുണ്ട്. അപ്പോ ഇല്ല, പുതുതായിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നോട്ട് വാങ്ങി വെച്ചോളുക. അതായത് നമ്മൾ ഏഞ്ചൽ നമ്പർ, സ്വിച്ച് വേർഡ്സ് എല്ലാം നമ്മൾ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പറയുമ്പോഴും അതിൽ കൂടുതൽ നമ്മൾ എഴുതുമ്പോഴും അതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 10 മടങ്ങാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ നിങ്ങൾ വന്നിട്ട് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാല്, വൈകുന്നേരം 6 മണിക്ക് മേലെ നിങ്ങൾ, രാത്രി ഇന്ന് തീരുന്നതിന് മുന്നേ ആയിട്ട് 111 എന്ന ഈ നമ്പർ, ഈ കൗണ്ടില് ഞാൻ ഈ പറയുന്ന സ്വിച്ച് വേർഡ്, ഭയങ്കര പവർഫുൾ ആണ് ഈ സ്വിച്ച് വേർഡ്, നിങ്ങൾ എഴുതിക്കൊള്ളുക. കൂടെ പറയുകയും ആവാം. കുറഞ്ഞത് നിങ്ങൾ 111 തവണ എഴുതുകയും പറയുകയും ആവാം. കുറഞ്ഞത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതളവിന് വരെ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ഒന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോ പീരീഡ്സ് ആയിരിക്കുന്നെന്നോ പുലവാലായ്മയെന്നോ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നോൺ വെജ് കഴിച്ചെന്നോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞത് 111 തവണ ഈ കൗണ്ട് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവത്തുള്ളൂ. 111 എന്ന ഈ ഏഞ്ചൽ ദിനത്തിൽ എഴുതേണ്ട ആ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് ഏതാണെന്ന് നോക്കാം. ഡിവൈൻ താങ്ക്സ് ബ്ലെസ്.
ഡിവൈൻ താങ്ക്സ് ബ്ലസ്. ഡിവൈൻ താങ്ക്സ് ബ്ലസ്. ഇത് നിങ്ങൾ പറയുന്നതോടൊപ്പം എഴുതുകയും ആവാം. ശരിയാ? ഏത് കളർ പെൻ വെച്ച് എഴുതണമെന്ന് ചോദിച്ചാല് നിങ്ങൾ ബ്ലാക്ക് കളർ ഒഴികെ ഏത് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും നല്ലൊരു വൈറ്റ് ഷീറ്റിൽ എഴുതിക്കൊള്ളുക. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ നോട്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിക്കൊള്ളുക. എഴുതിയിട്ട് നിങ്ങളുടെ ബ്യൂറോയിൽ ഭദ്രമായിട്ട് വെച്ചോളുക. വേറെ ഒന്ന്, ഇതിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞത് മാതിരി നിങ്ങൾക്ക് 111 തവണ എഴുതാം. അതിന്റെ കൂടെ വേറൊരു മെത്തേഡ് എങ്ങനെ വെച്ചാല് 111 തവണ തന്നെ ഫേസ്റ്റില് 111 111 എഴുതിയിട്ട് ഒരു ഹൈഫൺ കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എഴുതുക ഡിവൈൻ താങ്ക്സ് ബ്ലസ് എന്നെഴുതുക. ഡിവൈൻ താങ്ക്സ് ബ്ലസ് 111 ഹൈഫൺ ഡിവൈൻ താങ്ക്സ് ബ്ലസ്. ഇങ്ങനെ നിങ്ങൾക്ക് 111 തവണ എഴുതാവുന്നതാണ്. നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് എഴുതുന്ന സമയത്തിന് നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാം. മനസ്സിനകത്ത് വേറെ യാതൊരു ചിന്തയും വരാൻ പാടില്ല. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവത്തിനെ, വരാഹിയമ്മനെയും പ്രാർത്ഥിച്ച് നിങ്ങൾ ഇത് ചൊല്ലിക്കോളുക, എഴുതിക്കോളുക. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും. അത് പ്രപഞ്ചവും വരാഹിയമ്മനും നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരും. ഏത് പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിരുന്നാലും നിങ്ങൾ ഇത് ചെയ്തോളുക. പിന്നെ ഇന്നത്തെ ദിവസം ഇപ്പൊ ഈ വീഡിയോ മിസ്സാകുന്നവരാണെങ്കിൽ നിങ്ങൾ വേറൊരു ദിവസമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ അന്നും ഫോളോ ചെയ്തോളുക. ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന, ഇന്നല്ല കാണുന്നത് എങ്കിൽ നിങ്ങൾ ആ ദിവസം ഇത് ചെയ്യുമ്പോൾ രാത്രി 11:01 നിങ്ങളിത് ചൊല്ലി എഴുതിക്കൊള്ളുക. ഈ വേർഡ്സിന് വന്നിട്ട് അത്രയ്ക്കും പവർ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്തു ചോദിച്ചാലും അത് നമ്മുടെ പ്രപഞ്ചം നമുക്ക് തരുന്നതിനുള്ള പവർ ഈ വേർഡ്സിന് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.